ആരെങ്കിലും ഒരു യൂസ്ഡ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എങ്ങനെ നമുക്ക് സെൽഫായിട്ട് വാല്യൂറ്റ് ചെയ്ത് ഒരു നല്ലൊരു യൂസ്ഡ് കാർ എടുക്കാം, അതിന് നിങ്ങളെ എങ്ങനെയെല്ലാം എന്തെല്ലാം എങ്ങനെ നോക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത്. അപ്പം നമ്മൾ ഇതിനെ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചു വേണം ഒരു വണ്ടിയെ നമ്മൾ അപ്രോച്ച് ചെയ്ത് നോക്കാൻ. ഒന്ന് വന്നിട്ട് എൻജിൻ, AC, ഇലക്ട്രിക്കൽ, പിന്നെ സസ്പെൻഷൻ, അത് കൂടാണ്ട് ബോഡി, അങ്ങനെ 5 സെക്ഷനായിട്ട് തിരിച്ച് നമ്മളൊരു വണ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. നമുക്ക് സെൽഫായിട്ട് തന്നെ ആരെയും സഹായം ഇല്ലാതെ നമുക്ക് നോക്കിയെടുക്കാം, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ തൊട്ട് നമ്മളെ ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞത്, എൻജിൻ. അപ്പം നമുക്ക് എൻജിനിലോട്ട് പോവാം, എൻജിൻ സൈഡിലോട്ട് പോയി നോക്കാം അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, എങ്ങനെ നോക്കാമെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വണ്ടി നോക്കാൻ പോകുമ്പോൾ, ഒരു വണ്ടിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചെന്നോട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യല്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബോണറ്റ് തുറക്കണം. ബോണറ്റ് തുറന്നിട്ട് എൻജിൻ റൂമിലോട്ട് വേണം. എൻജിൻ റൂമിലോട്ട് വന്നിട്ട് എന്താണ് നോക്കേണ്ടതെന്ന് അറിയാമോ? എൻജിൻ റൂമിൻ്റെ ആ ഒരു നീറ്റ്നെസ്സിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ആ വണ്ടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു വണ്ടീനെ കിലോമീറ്റർ വെച്ച് ഒരിക്കലും അപ്രോച്ച് ചെയ്യില്ല. കിലോമീറ്റർ എത്ര ഓടിയെന്നുള്ളതല്ല, ആ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നതാണ് ആ വണ്ടിയെ നമുക്ക് ഇനി എത്ര നാൾ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, മെയിൻറ്റെയിൻ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമ്മൾ കറക്റ്റ് റെഗുലർ സർവീസ് ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ്. അതിന് സർവീസ് ഹിസ്റ്ററി എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഫുൾ ഹിസ്റ്ററി എടുക്കണം. ലാസ്റ്റ് മൂവ്മെൻറ്റ് എത്ര കിലോമീറ്റർ പോയി എന്ന് മാത്രം നോക്കണേ കാര്യമില്ല, അതിൻ്റെ ഫുൾ ഇൻ്റർവെൽ എടുത്തിട്ട് എപ്പോഴൊക്കെ കൊണ്ടുപോയി ഓയിൽ സർവീസ് ചെയ്തു എന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഘടകം. അപ്പോൾ അത് നമുക്ക് പേഴ്സണലി എങ്ങനെയെല്ലാം നോക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വണ്ടിയുടെ എൻജിൻ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ എൻജിൻ നമ്മൾ ഓൾറെഡി ഒരു വിഷ്വൽ ചെക്കപ്പ് ചെയ്തു. എന്തെങ്കിലും ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ അന്ന് ഈ വിഷ്വൽ ചെക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ നോക്കണം. അത് മുകളിൽ നിന്നും നോക്കണം, അതുകൂടാതെ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞ് അടിയും കൂടെ നോക്കണം. ഓയിൽ ലീക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ട്രാക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങളെ കയ്യിലെ പൈസ പോവും അത് മെയിൻറ്റെയിൻ ചെയ്ത് തിരിച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ റൂം ചെക്ക് ചെയ്തു, അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ പോർഷൻ ചെയ്തു. എന്നതിന് ശേഷം നമ്മൾ നേരെ വരേണ്ടത് അതിൻ്റെതാ നോക്കുക ഓയിൽ ക്യാപ്പിലോട്ടാണ്. അതിൻ്റെ ഓയിൽ ക്യാപ്പ് എല്ലാ വണ്ടിയിലും ഉണ്ടാവും, അത് തുറക്കുക. അത് തുറന്നതിന് ശേഷം നമുക്ക് തുറന്നു കഴിഞ്ഞാൽ എൻജിനകത്തുള്ള പോർഷനെ കാണാൻ പറ്റും. അവിടെ നോക്കൂ, ഇതേ കണക്ക് നല്ല രീതിയിൽ കരി പിടിച്ച് ഓയിൽ ഇങ്ങനെ ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ വണ്ടി റെഗുലറി അല്ല സർവീസ് ചെയ്തേക്കണം. ഈ വണ്ടി സർവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് റെഗുലർ അല്ലാതെ ഇതേ കണക്ക് ഇത്രയും കണ്ട് ഓയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിൽ സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിക്ക് അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. പിന്നെ അങ്ങോട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത്ര കണ്ട് പ്രശ്നങ്ങൾ ഈ വണ്ടി ഉണ്ടാക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് നോക്കൂ, തുറന്നപ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്പ് കിട്ടും. ആ ക്യാപ്പ് കയ്യിൽ വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും വൈറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടാകും നോക്കണം. ഓക്കെ, ഇതെന്തിനാണ് നോക്കണമെന്ന് വെച്ചാൽ ഇതിനകത്ത് വൈറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റമായ വാട്ടർ സർക്കുലേഷൻ സിസ്റ്റം അതും എൻജിൻ ഓയിലും കൂടെ തമ്മിൽ കലർന്നിട്ടുണ്ട്. അത് കലർന്നാനുള്ള വഴിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ഗാസ്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ടാണ് നോർമലി അങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കിവിടെ വൈറ്റ് കളറിലുള്ള ഒരു ഡിപ്പോസിറ്റ് വന്ന് അടിഞ്ഞു കൂടും. അതിൽ നിന്ന് നമുക്ക് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അതൊരു മേജർ റിപ്പയറാണ്. ആ വണ്ടി മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി അതിനകത്ത് മേജർ റിപ്പയറും പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ എൻജിൻ്റെ ഓയിൽ മെക്കാനിസത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം. ഇത് എങ്ങനെ കണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയൊരു വണ്ടീനെ വിലയിരുത്തേണ്ടത്. ഇതിന് ശേഷം നമ്മൾ അടുത്ത് പോകേണ്ടത് ഇതിൻ്റെ കൂളിംഗ് മെക്കാനിസത്തിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓയിൽ ലീക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിൻ്റെ കൂളിംഗ് മെക്കാനിസത്തിലോട്ട് പോകും. ഒരിക്കലും ഇത് രണ്ടും ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യൽ നമ്മൾ ഐഡിൽ പൊസിഷൻ, അതായത് ഓഫാക്കി കിട്ടുന്ന കണ്ടീഷനിൽ തന്നെ ആക്കണം. ഇനി ഇൻ കേസ് ആ ഒരു ഓടി വന്ന് ചൂടായി നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ ഒരിക്കലും ഓടിച്ചെന്ന് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കൽ, അതിനകത്തുനിന്ന് വെള്ളം കയ്യിൽ തെറിച്ച് കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ കെയർ ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ഇതിൻ്റെ ഓയിലിൻ്റെ ക്യാപ്പ് തുറക്കണം. നോക്കൂ, അത് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തുറക്കാം. കണ്ട, ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഇതിലിപ്പോൾ കണ്ട ഒരു പുതിയ ക്യാപ്പാണ് കിടക്കുന്നത്. ഇതിനകത്തോട്ട് നിങ്ങൾ നോക്കിയട്ടെ, ഇതിൽ പുതിയ ക്യാപ്പും കൂളൻ്റുമാണ് കിടക്കണം. പക്ഷേ ഇതിനകത്ത് കണ്ട ഇവിടെ മൊത്തം ഒരുമാതിരി നമ്മളെ ഓരോ കണക്കുള്ള ഒരു അംശം കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ വണ്ടി കറക്റ്റ് കൂളൻറ്റിലല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ വണ്ടി ഇടയ്ക്ക് എപ്പോഴോ കൂളൻ്റ് ആക്കിയതാണ്, അല്ലാത്ത കണ്ടീഷൻ ഈ വണ്ടി വെള്ളത്തിൽ ഓടിയതാണ്. അതായത് നമ്മൾ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിനായിട്ട് കൂളൻ്റ് ആയതിന് പകരം വെള്ളമാണ് ഉപയോഗിച്ചേക്കണം. അങ്ങനെ ഉപയോഗിച്ചൊരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് അത്രയും കണ്ട് പോരായ്മയുണ്ടാവും. അതിൻ്റെ റേഡിയേറ്റേഴ്സ് മെക്കാനിസം കറക്റ്റ് ആയിരിക്കത്തില്ല. അതിൻ്റെ എൻജിൻ എൻജിനകത്തും മൊത്തം തുരുമ്പിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ ഇതൊന്നും കൂടാണ്ട് അതിൻ്റെ വാട്ടർ പാസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന റബ്ബർ ഹോസ് മൊത്തം നിങ്ങളൊന്ന് ഞെക്കി നോക്കിക്കോ, ഹാർഡായിരിക്കും. അതിനകത്ത് മൊത്തം മെറ്റലിൻ്റെ കണ്ടൻറ്റും ഉണ്ടാവും. അതായത് ഏത് സമയം വേണോ
ഈ മെക്കാനിസം കേടാവാം. ആ മെക്കാനിസം കേടാവുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് തെർമോസ്റ്റാറ്റ് വാൽവ് എന്നൊരു മെക്കാനിസം ഉണ്ട്, അതും ഏത് നിമിഷം കേടാവാം. അപ്പം ആ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി നാളെ തന്നെ കേടാവുമെന്നല്ല, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഭാവിയിലേക്കുള്ള ലോങ് ടൈം യൂസിന് അതിനെ കുറച്ചുകൂടി കെയർ ചെയ്തെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെ വൃത്തി. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ഇതെല്ലാം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ 2 ഘടകവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പം ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റേഡിയേറ്ററും അതിൻ്റെ കൂളിംഗ് മെക്കാനിസത്തിനെ കുറിച്ച് മൊത്തം ഏകദേശം ഒരു ധാരണ നിങ്ങളെ മനസ്സിൽ കിട്ടും. അതേ കണക്ക് റിസർവെയർ ടാങ്ക് നോക്കിക്കോണം, അതിലും കറക്റ്റ് കൂളൻ്റ് ആണോ, അതിലും എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നുകൂടി നോക്കുക. അപ്പം ഇത്രയും പോർഷൻ കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? പിന്നെ നിങ്ങൾ മൈൻഡ് വെച്ചേക്കണം, മിക്ക പെട്രോൾ വണ്ടിയേക്കും ഒരു 80,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഒരു മേജർ സർവീസ് വരും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, അത് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളതിന് ചെയ്യാനായിട്ടും കൂടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷൻ എന്താ? നേരെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോണം മിക്ക വണ്ടിയും പെട്രോൾ വണ്ടിയുടെ എൻജിൻ ചിലപ്പോൾ ഒന്ന് റൈസിങ് കൂടിക്കഴിഞ്ഞാൽ തന്നെ അത് അപ്പോഴേ തന്നെ നോർമൽ പൊസിഷനിലോട്ട് വരും. അങ്ങനെ വരുന്നില്ല എന്ന് കണ്ടാൽ അതിൻ്റെ ത്രോട്ടിൽ ബോഡി മെക്കാനിസമോ അതിനെന്തോ കാര്യമായ അതല്ലെങ്കിൽ അതിനെന്തോ കാര്യമായ ഒരു പ്രശ്നമുണ്ട്. കാര്യമായത് ചിലപ്പോൾ മേജർ ആവാം, ചിലപ്പോൾ മൈനർ ആവാം. നോർമൽ വണ്ടികളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ എൻജിൻ RPM നോർമൽ റേഞ്ചിലോട്ട്, അതായത് സൈലൻറ്റ് റേഞ്ചിലോട്ട് വരികയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെ പ്ലഗ് മെക്കാനിസം, അതിൻ്റെ ത്രോട്ടിൽ ബോഡി മെക്കാനിസം, അതിൻ്റെ ഇലക്ട്രിക്കൽ മെക്കാനിസം അതെല്ലാം ഓക്കെ ആണെന്നുള്ളത്. അതുകൂടാതെ എൻജിൻ വാണിംഗ് ലൈറ്റ് വല്ലതും ഉണ്ടാകുന്ന കൂടി നോക്കണം. അത് ഞാൻ ഇലക്ട്രിക്കൽ സെക്ഷനിലോട്ട് വരുമ്പോൾ വ്യക്തമായി പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇത് ഇത്രയും ചെക്ക് ചെയ്തു. ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സഡൻലി ആക്സിലേറ്റർ കൊടുത്ത് പുകയുണ്ടോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ഇത്രയും നമ്മൾ ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് എൻജിൻ്റെ താളം ഒന്ന് മോണിറ്റർ ചെയ്യണം. നമ്മൾ ഐഡിൽ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കും, ആ താളം കറക്റ്റ് ആണോ നോക്കണം. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ചില വണ്ടികളിൽ, ഇപ്പം ഇത് സാധാരണക്കാരൻ്റെ വണ്ടിയാണ്, ആൾട്ടോയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്സിലേറ്റർ റൈസ് ചെയ്യാനായിട്ട് ഇതാണ്ട നോക്കൂ, ഇവിടെ തന്നെ നോക്കൂ, ഈ പോയിന്റ് നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഒരാളെടുത്ത് ജസ്റ്റ് ഒന്ന് പറയുക ത്രോട്ടിൽ ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പയ്യെ ആക്സിലേറ്റർ കൊടുക്കാവും. ഫസ്റ്റ് ഐഡിൽ നിൽക്കുക, അതിനുശേഷം പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എൻജിൻ്റെ താളം മാറുന്നത് പയ്യെ മോണിറ്റർ ചെയ്യുക. നല്ല സ്മൂത്തായിട്ട് തന്നെ, വേറെ അൺനെസസറി നോയ്സോ ഒന്നും തരുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ആ വണ്ടി ഒരു പെർഫെക്റ്റ് കണ്ടീഷനാണ്. അതിൽ നിങ്ങൾ പുക പോലും നോക്കേണ്ട കാര്യമില്ല, അത് പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കും. എന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയി അതിൻ്റെ പുകയുടെ കണ്ടീഷൻ നോക്കണം. നല്ല ഡീപ്പായിട്ട് വരുന്നു. പെട്രോൾ വണ്ടിയിൽ പൊതുവേ പുക തീരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് ബാക്കിൽ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം ഇത് ഇത്രയും കഴിഞ്ഞു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുള്ള ഇനിഷ്യൽ സ്റ്റെപ്പ് നോക്കി. ഇനി എൻജിൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഗിയർ ചേഞ്ച്, ക്ലച്ച് അതെല്ലാം നമ്മൾ ഇതിനൊപ്പം തന്നെ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞതൊരു 10 to 15 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വണ്ടീനെ ഒരു ദൃഢമായ വിലയിരുത്തലിലോട്ട് പോകാവൂ. അത് നമ്മൾ എന്ത് ചെയ്യണം? റോഡ് ടെസ്റ്റ് മസ്റ്റ് ചെയ്യണം. അതൊരു 10 to 15 കിലോമീറ്റർ ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ വണ്ടി എടുക്കാവൂ. അതിന് നിങ്ങൾ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ മോട്ടർ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എടുത്ത് ഭയങ്കര സ്പീഡ് കൊടുക്കുക അതൊന്നുമല്ല നോക്കേണ്ട. നമ്മൾ നോക്കേണ്ട ജസ്റ്റ് വണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ഗിയറിൽ, സെക്കൻഡ് ഗിയറിൽ, എല്ലാ ഗിയറിലും കറക്റ്റ് പെർഫോമൻസ് തരുന്നുണ്ടോ നോക്കുക. ആ പെർഫോമൻസ് തരുന്നുണ്ടെന്ന് വെച്ചാൽ എൻജിൻ നല്ലൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്, അതിൻ്റെ ടൈമിങ് എവരിത്തിങ് ഓക്കെയാണ്. അത് കൂടാണ്ട് ക്ലച്ച് മെക്കാനിസവും കറക്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ അപ്പം നമുക്ക് ഇത് ഇത്രയെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി. നമ്മളൊരു 15 കിലോമീറ്റർ ഓടിക്കുന്നതുകൊണ്ട് വേറെ പോസിറ്റീവ് കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂളിംഗ് മെക്കാനിസം നമ്മൾ വിഷ്വലി ചെക്ക് ചെയ്തതിനേക്കാളുപരി അത് കറക്റ്റ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നും കൂടി നമുക്കിതിൽ അറിയാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളൊരു കുറച്ച് ഓടുമ്പോൾ എൻജിൻ ടെമ്പറേച്ചർ കറക്റ്റ് വന്ന് അതിൻ്റെ റേഡിയേറ്റർ മെക്കാനിസം കറക്റ്റ് വർക്ക് ചെയ്ത് കൂളിംഗ് ഫാൻ കറക്റ്റ് കറങ്ങി അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് അതിൻ്റെ ടോട്ടൽ ബോഡി, നോട്ട് ടോട്ടൽ ബോഡി, അതിൻ്റെ തെർമോസ്റ്റാറ്റ്, ആ മെക്കാനിസം എല്ലാം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എൻജിൻ ഓവർ ഹീറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കാം. ഇത് ഒരു 10-15 കിലോമീറ്റർ ഓടിയതിനു ശേഷം വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ അതിൻ്റെ എൻജിൻ്റെ കണ്ടീഷൻ കൂടി നോക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അന്നേരത്തും നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്തപ്പം വണ്ടിയുടെ എൻജിൻ എങ്ങനെയാണോ നിന്നത് അതേ കണക്കൊരു സൈലൻറ്റ് മോഡ് തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ ആ വണ്ടിയിൽ നല്ലൊരു മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ റൈസിങ് കൂടുതലോ ഒരു മിസ്സിങ്, അതായത് ഏറ്റക്കുറച്ചിൽ RPM ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ നിങ്ങൾക്ക് നല്ലൊരു മൈലേജ് പ്രതീക്ഷിക്കേണ്ട, മൈലേജ് ഡ്രോപ്പ് ഡൗൺ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ഇത് ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എൻജിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത് എന്തിലോട്ട് പോവാം? അടുത്ത് നമുക്ക് AC മെക്കാനിസത്തിലോട്ട് പോവാം. നമ്മൾ AC മെക്കാനിസത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം നമുക്ക് ഫസ്റ്റ് എൻജിൻ റൂമിൽ നിന്ന് തന്നെ തുടങ്ങണം.
നേരെ വന്നിട്ട് നമ്മൾ നോക്കുക ഈ എ സിയുടെ പൈപ്പ് മെക്കാനിസം ദാ ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ പൈപ്പ് മെക്കാനിസത്തിലോ അതിൻ്റെ കംപ്രസർ നമുക്ക് ഇങ്ങ് വന്നോളി ഞാൻ കാണിച്ചിട്ട് ഇതിലിപ്പോൾ കണ്ട കംപ്രസർ ഇരിക്കുന്നത് ഇതാണ്, ഇവിടെയാണ് കംപ്രസർ ഇരിക്കുന്നത്, ഈ കാണുന്നുണ്ട്, ഇതാണ് ഇതിൻ്റെ കംപ്രസർ. അപ്പോൾ കംപ്രസറിലോ ഈ പൈപ്പ് മെക്കാനിസത്തിലോ എവിടെയെങ്കിലും ഓയിൽ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓയിൽ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ഈ പൈപ്പ് നിങ്ങൾ രണ്ടാമത് കൊണ്ടുപോയി ഒരു 10,000 6,000 രൂപയെങ്കിലും എടുത്തുടനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ആ പൈപ്പ് മാറ്റി അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എ സിക്ക് ഒരു ലോങ് ലൈഫ് കിട്ടത്തില്ല. അതിന് വലിയൊരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ പൈപ്പ് മെക്കാനിസം എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ നേരെ പോകേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, എ സി ഇടുക, അതിൻ്റെ കൂളിംഗ് അവിടെ വെച്ച് അളക്കുക. കൂളിംഗ് എങ്ങനെയൊക്കെ നോക്കണമെന്നറിയാമോ? കൂളിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു കൂളിംഗ് തരുന്ന വണ്ടി എപ്പോഴും റൈസ് ചെയ്ത് ഒന്നും നോക്കല്ലേ, ഐഡിൽ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് എ സി സ്വിച്ച് ഓൺ ചെയ്ത് വണ്ടിക്കകത്തിരിക്കുക. പെട്ടെന്ന് തന്നെ അത് പിക്ക് ചെയ്യുകയും ചെയ്യും, നല്ലൊരു കൂളിംഗ് നിങ്ങൾ ക്യാബിനകത്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എ സി മെക്കാനിസം കറക്റ്റ് വർക്കിംഗ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞത് കണക്ക് 15 കിലോമീറ്റർ ഓടുന്ന കൂട്ടത്തിൽ എ സി ഇട്ട് തന്നെ മസ്റ്റ് ഓടണം. എ സി ഇട്ട് ഓടുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അങ്ങനെയും കിട്ടും. അപ്പോൾ എ സി മെക്കാനിസത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഇത്ര കണ്ടേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിഷ്വൽ ചെക്കപ്പ് ചെയ്താൽ തന്നെ അതിന് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് കാര്യം. എ സി മെക്കാനിസം തണുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇസ് ഫൈൻ, ഈ പറഞ്ഞ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. പക്ഷേ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എടുത്തതിന് ശേഷം അത് കൊണ്ടുപോയി സർവീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് ഇലക്ട്രിക്കൽ സെക്ഷനിലോട്ട് പോവാം. ഒരു വണ്ടിയുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ വണ്ടിയിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് അവൈലബിൾ ആണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൈൻഡിൽ വെക്കുക. ആ ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടോ അതിന് സെപ്പറേറ്റ് കൺട്രോൾ മോഡ്യൂൾസ് ഉണ്ടാവും. ആ മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെ വാൺ ചെയ്തുകൊണ്ട് ഇതാ നോക്കൂ, ഇതിൽ കണ്ട കുറച്ച് ലൈറ്റുകൾ കാണിക്കും. പക്ഷേ ഇത് തികച്ചും ബേസ് മോഡലാണ്, അതുകൊണ്ടാണ് ഇതിൽ ലൈറ്റ് അധികം കാണിക്കത്തുള്ളൂ. പക്ഷേ നമ്മളെ മോസ്റ്റ് മോഡേൺ വണ്ടികളും ഇപ്പം അത്യാവശ്യം പുതിയ വണ്ടികളിലെല്ലാം എന്തൊക്കെ ഫീച്ചർ ഉണ്ടോ ആ ഫീച്ചറിനെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവിടെ ഡാഷ് ബോർഡിൽ ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റ് എല്ലാം ഇഗ്നീഷൻ ഓൺ ആവുമ്പോൾ ഓൺ ആവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അത് ഓൺ ആയ ഉടൻ തന്നെ അത് അണയുകയും ചെയ്യണം. എല്ലാം അണയത്തില്ല, കുറച്ച് വാണിംഗ് ലൈറ്റ് ചിലപ്പോൾ കത്തിക്കിടക്കും. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മസ്റ്റ് അത് പോകും. ഇനി ഇതിൽ ഇലക്ട്രിക്കലിലോട്ട് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ ഈ പറഞ്ഞ രണ്ട് ചെക്ക് ചെയ്യുക. അതുകൂടാതെ നമ്മൾ പ്രാക്ടിക്കലി അപ്പം നമുക്ക് ഇതിലിപ്പം കുറച്ച് എയർ ബാഗ് നമുക്ക് ജസ്റ്റ് ലൈറ്റ് നോക്കിയേ ചെക്ക് ചെയ്യാൻ പറ്റൂ, ABS ജസ്റ്റ് ഒരു സാധാരണക്കാരന് ലൈറ്റ് നോക്കിയേ ചെക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെയുള്ളതിനേക്കാൾ ഉപരി എല്ലാ ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഓഡിയോ സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് പിന്നെ അതുകൂടാതെ വൈപ്പർ അങ്ങനെ നമുക്ക് സ്വിച്ച് ഇട്ട് എന്തൊക്കെ മെക്കാനിസം നോക്കാൻ പറ്റുമോ അത് നോക്കണം. ഇതിനേക്കാളെല്ലാം ഉപരി ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു വണ്ടി നോക്കാൻ പോകുമ്പോൾ മസ്റ്റ് ആ വണ്ടിയുടെ നമ്മൾ എല്ലാ സ്ഥലവും നോക്കും കണക്ക് തന്നെ അതിൻ്റെ സ്റ്റീറിംഗ് വീല് കണ്ടോ, ഈ സ്റ്റീറിംഗ് വീൽ മെക്കാനിസത്തിൻ്റെ അടിയിലൊന്ന് കുനിഞ്ഞു നോക്കണം. കുനിഞ്ഞു നോക്കുമ്പോൾ തന്നെ ആ വണ്ടിയുടെ വയറിങ് അതിൻ്റെ പ്രീവിയസ് കസ്റ്റമേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു രൂപം കിട്ടും. എങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കമ്പനി വയറിങ്ങിൽ എന്തെങ്കിലും രൂപമാറ്റമോ കട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കുനിഞ്ഞു നോക്കുമ്പോൾ തന്നെ അത് എന്ത് രൂപത്തിലുള്ള മോഡിഫിക്കേഷനിലാണ് എത്ര കണ്ട് ഹാം ചെയ്തിട്ടുണ്ടെന്ന് ആ വയറിങ് എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇപ്പം നല്ലതുപോലെ വൃത്തിക്ക് കട്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ കറക്റ്റ് ക്യൂട്ടായിട്ട് അതിനെ കട്ട് ചെയ്ത് വയർ ചെയ്ത് നല്ല വയർട്ടേജ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചില വണ്ടികൾ നിങ്ങൾ അടിയിൽ കുനിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും വയർ അങ്ങനെ എങ്ങനെയെങ്കിലും വലിച്ചിടും. അത് നിങ്ങൾക്ക് ഭാവിയിൽ അത്ര കണ്ട് ദോഷം ചെയ്യും. അത് ഒന്നാമത്തെ ഘടകം. പിന്നെ ഇനിയൊരു പോയിന്റ് കൂടെ ഉണ്ട്, അതും കൂടി കാണിച്ചു. വയറിംഗ് മെക്കാനിസം നോക്കുമ്പോൾ അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന് നോക്കേണ്ട മേഖല എൻജിൻ റൂമാണ്. എൻജിൻ റൂമിനകത്ത് എങ്ങനെ ഈ വയറിംഗ് മെക്കാനിസത്തിനെ ഇവർ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു എന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം. അതിനകത്ത് അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു, അതിനെ എങ്ങനെ ഇട്ടേക്കുന്നു, അതൊരു മസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കാര്യം ഇതാ നോക്കൂ, ഈ വണ്ടിയിൽ തന്നെ എടുക്കാം. ഇത് നോക്കൂ, ഇതിനെ കണ്ട ഒരു വയർ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നു. അങ്ങനെ അവിടെ ഇവിടെ എന്തെങ്കിലും വയറിങ്ങിൽ മാസ്റ്റർ വയറിങ്ങിൽ കട്ടിങ്ങോ ജോയിൻറ്റോ ടേപ്പ് അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മസ്റ്റ് നോക്കണം. അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ അതിൻ്റെ കണ്ടീഷൻ അത്ര കണ്ട് നല്ലതായിരിക്കും. ഇത് നോക്കൂ, ഇത് തന്നെ കണ്ട ബാറ്ററിയുടെ ഇവിടെ നിന്ന് കണ്ട അൺനെസസറി ആയിട്ട് എന്തോ ഒരു വയർ വലിച്ചിട്ടുണ്ട്, അതൊട്ടും സേഫ് ആയിട്ടല്ല വലിച്ചേക്കുന്നത്. അപ്പം അതെങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്, എവിടെയൊക്കെ വയർ കട്ടായിട്ടുണ്ട്, എങ്ങനെ ചെയ്തേക്കണം എന്തെന്നുള്ള വിശദമായി നിങ്ങൾ നോക്കണം. അപ്പം ഇലക്ട്രിക്കലിൽ ഇത്രയും കണ്ടേ ഉള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനായ സസ്പെൻഷനും ബോഡി സൈഡിലോട്ട് പോകാം. സസ്പെൻഷൻ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം. ഇപ്പം സസ്പെൻഷൻ മെക്കാനിസം നിങ്ങൾക്കൊരു ഏകദേശം ഒരിക്കലും സസ്പെൻഷൻ നമുക്ക് ഇളക്കിയോ അങ്ങനെ ഡീപ്പായിട്ടൊന്നും നോക്കാൻ പറ്റില്ല. ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ 15 കിലോമീറ്റർ റോഡ് ടെസ്റ്റിൽ തന്നെ സസ്പെൻഷനെ കുറിച്ചും ഒരു ഡീപ്പായ വിലയിരുത്തൽ നടത്തണം. ആ 15 കിലോമീറ്റർ റോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സസ്പെൻഷനെ കുറിച്ചൊരു വിശദമായ ഒരു ഡീറ്റെയിൽ കിട്ടും. അത് റഫ് റോഡിൽ കൂടെ തന്നെ ഓടിക്കുകയും വേണം. അപ്പോൾ സസ്പെൻഷൻ മെക്കാനിസം എങ്ങനെ കണ്ട് റിയാക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ഇനി നമുക്ക് പോകേണ്ട ഒരേ ഒരു ഘടകം എന്താ ഉള്ളത്,
ബോഡി മെക്കാനിസം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഒരു വണ്ടിയുടെ ബോഡി മെക്കാനിസം നമ്മൾ അതിന് എത്ര കണ്ട് റീപ്ലേസ്മെൻ്റ് ഉണ്ടെന്നോ അതിൽ എത്ര ഇടിച്ചിട്ടുണ്ടെന്നോ ചെറിയ ചെറിയ തട്ടുമുട്ടൊക്കെ ഈ നമ്മളെ സാധാരണ റോട്ടിലോടുമ്പോൾ എന്തായാലും എല്ലാ വണ്ടിക്കും സംഭവിക്കും. പക്ഷെ അങ്ങനെയല്ല ഒരു വണ്ടിയുടെ ബോഡി മെക്കാനിസം വിലയിരുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെന്ന ഉടനെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, നമ്മൾ പേഴ്സണലി മേടിക്കാൻ പോകുന്ന ഒരു കാറാണ്, അതല്ല അതിൻ്റെ കണ്ടീഷൻ. നമ്മളിപ്പോൾ സാധാരണ ഒരു കല്ല് വീണ് ഗ്ലാസ് പൊട്ടാം, പക്ഷേ മേജർ ആക്സിഡൻറ്റ് പറ്റി പൊട്ടാം. അത് രണ്ടും രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പൊട്ടിയതിനേക്കാൾ ഉപരി അതെങ്ങനെ പൊട്ടി എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിന് ഇപ്പം എല്ലാ വണ്ടിയിലും നോക്കൂ, അതിന് മാനുഫാക്ചർ ചെയ്ത ഡേറ്റ് ഇവിടെ വിശദമായിട്ടിട്ടുണ്ടാവും. ഇവിടെ നോക്കിക്കണ്ട, ഇത് 2005 മോഡലാണ്. ഇങ്ങോട്ട് വന്നു, ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇവിടെ 2005 എഴുതിയിട്ടുണ്ടാകും. ചിലതിൽ ABCD സീരീസ് ആയിരിക്കും, അതും അതിലുണ്ടാവും. എല്ലാ ഗ്ലാസ്സിലും ഈ നമ്പേഴ്സ് ഒന്നായിരിക്കും. ദാറ്റ് മീൻസ് ആ നമ്പർ നോക്കിയാൽ തന്നെ തിരിയും നിങ്ങൾക്ക് ആ ഒരു പോർഷൻ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ എന്ന്. പിന്നെ നമ്മൾ ബോഡീനെ സ്ട്രക്ചറിൽ നോക്കണം. നമ്മൾ വിഷ്വൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് അത് ഇനി ഇത് കൂടാതെ ഒരു കാര്യം കാണിച്ചാൽ നോക്കൂ, ഈ വണ്ടിയിൽ ഈ ഗ്ലാസ് കണ്ട മാറ്റിയിട്ടില്ല, പക്ഷേ ഈ ഡോർ റീപ്ലേസ് ചെയ്താണ്. അത് എന്തുകൊണ്ട് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ ഡോറിൻ്റെ കണ്ട ഈ സൈഡിൽ കണ്ട ഒരു തകിട് വളച്ച് വെച്ചിട്ടേ ഉള്ളൂ. ദാറ്റ് മീൻസ് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഈ ഡോർ ഇങ്ങനെയല്ല, കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഒരു പേസ്റ്റും കൂടി ഉണ്ടാവും. ഇപ്പം ആ പേസ്റ്റ് ഇതിലില്ല, പക്ഷേ ആ പേസ്റ്റിനെ വെച്ച് നിങ്ങൾക്ക് ഇതിന് റീപ്ലേസ്മെൻ്റ് ഉണ്ടോ ഇല്ല എന്ന് മനസ്സിലാവും. ഞാൻ അത് പേസ്റ്റ് ഉള്ളത് കാണിച്ചു തരാം. നോക്കൂ, ഇത് കണ്ട റീപ്ലേസ്മെൻ്റ് ഇല്ല. കണ്ട, കമ്പനിയുടെ കണ്ട ഒറിജിനൽ ബോണ്ടിങ് വരുന്ന ഒരു ഡോർ പാഡാണ്. ഇതാണ് ഡോർ മെക്കാനിസം ആണ്. കണ്ട, ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റീപ്ലേസ്മെൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒരു വ്യക്തമായ ധാരണയായിട്ട്. ഇനി ഇതിൽ നമ്മൾ ഈ ബോഡി പാർട്സ് നോക്കുമ്പോൾ എപ്പോഴും വണ്ടിയിൽ നോക്കേണ്ടത് ഇതിൽ തുരുമ്പ് കയറിയിട്ടുണ്ടോ ഇല്ലെന്നാണ്. ഇപ്പോൾ തുരുമ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എവിടെയെങ്കിലും നോക്കൂ, ഡോറിൻ്റെ അടിവശത്തിലോട്ട് വരിക. ഡോറിൻ്റെ അടിവശത്ത് കണ്ട ഇതൊരു വാട്ടർ ചാനലാണ്, വെള്ളം മോളി വന്നിട്ട് പോകുന്നത്. ഈ വാട്ടർ ചാനലിനെ നിങ്ങൾ ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഇവിടെ തുരുമ്പിൻ്റെ അംശം വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇവിടെ തുരുമ്പിൻ്റെ അംശം ഏകദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളുക ഈ വണ്ടിയിൽ ആൾമോസ്റ്റ് ഏരിയയിൽ തുരുമ്പുണ്ടാകും. അതായത് തുരുമ്പ് ഇപ്പം ഒരു പെസിബിയുടെ ഏരിയയിൽ വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ വേറെ പല പോർഷനിലും തുരുമ്പ് വന്നിട്ടുണ്ടാകാം. അപ്പം ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഡോറിൻ്റെ അടിവശം നോക്കിക്കഴിഞ്ഞാൽ നോക്കണം. പിന്നെ മസ്റ്റ് നിങ്ങൾ ബോഡി സൈഡിലോട്ട് വരുമ്പോൾ ഈ റീപ്ലേസ്മെൻ്റ് എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഇതിൻ്റെ ഫ്ലോറും നോക്കണം, അതേ കണക്ക് തന്നെ ഇതിൻ്റെ അടിവശവും നോക്കണം. അപ്പം ഇപ്പോഴത്തെ മോഡേൺ വണ്ടികളായിക്കോട്ടെ പഴയ വണ്ടികളായിക്കോട്ടെ അടിവശം നിങ്ങൾക്ക് കുനിഞ്ഞു നോക്കിയാൽ അതിൻ്റെ തുരുമ്പിൻ്റെ അംശം കിട്ടും. പക്ഷേ അടിവശത്തേക്കാൾ ചില വണ്ടികളൊക്കെ അടിവശം മൊത്തം പെയിൻറ്റ് കോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് തിരിയത്തില്ല ഇതിൽ എന്തുവാ പാച്ച് വർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആ കണ്ടീഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നോക്കൂ, ഇതിൻ്റെ വണ്ടികളുടെ ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ടാകും. ഇതിനെ പുള്ളി ചെയ്ത് ഇളക്കാൻ പറ്റും. ഇത് പുള്ളി ചെയ്ത് ഇളക്കിയിട്ട് കണ്ട മിക്ക വണ്ടികളിലും ഇത് കണക്ക് റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാറ്റ് അടിച്ചിട്ടുണ്ടാകും. മസ്റ്റ് ഇത് ഇളക്കി മാറ്റ് ശകലമെങ്കിലും വണ്ടി എടുക്കുന്നതിന് മുമ്പ് പൊക്കി നോക്കി ഉറപ്പ് വരുത്തുക വണ്ടിയിൽ പാച്ച് വർക്കില്ലെന്ന്. കാര്യം പാച്ച് വർക്കിൻ്റെ പ്രത്യേകത, പാച്ച് വർക്ക് കുറച്ചുണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്ന് അവിടെ പിന്നെ അങ്ങ് എപ്പോഴും നമുക്ക് അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. തുരുമ്പ് കയറിക്കൊണ്ടിരിക്കും. കാര്യം കുറച്ച് ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചൊക്കെ ഇട്ടാലും അത് അത്ര കണ്ട് നാൾ കിടക്കത്തിണ്ടാവില്ല. നമുക്കിങ്ങനെ അതിങ്ങനെ ഒരു ക്യാൻസർ കണക്കാണ്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ അടുത്ത ഏരിയകളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് ഇത്രയാണിത്. ഇനി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ഘടകമുണ്ട്, അതെന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബോഡി സൈഡ് നോക്കുമ്പോൾ എവിടത്തേക്കാളും ഫ്രണ്ടിൽ എത്ര കണ്ട് ഈ വണ്ടിയിൽ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നോക്കേണ്ടത്. കാര്യം ഫ്രണ്ടിൽ കണ്ട ഒരു സസ്പെൻഷൻ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബോഡിയിൽ ഒരു പോർഷൻ വരുന്നുണ്ട്, അപ്പറോം എന്നാണ് പറയുന്നത്. ഈ രണ്ട് പോർഷനിൽ മേജർ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ വണ്ടി നമുക്ക് ലോങ് ടൈം ഉപയോഗിക്കാൻ അത്ര നല്ലതായിരിക്കത്തില്ല. കാര്യം അതിൻ്റെ അലൈൻമെൻറ്റ് മെക്കാനിസം അത്ര കണ്ട് ക്യൂറായി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ടയർ കട്ട് ചെയ്യാനോ അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നേരെ നോക്കൂ, ഈ ഒരു മെക്കാനിസം കണ്ട, ഇതാണ് ഈ വണ്ടിയുടെ ഒരു അപ്രോം മെക്കാനിസം. ഈ മെക്കാനിസത്തിലോട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ട കമ്പനി പേസ്റ്റിംഗ് ഉണ്ടാവും. കണ്ടോ, ഈ കമ്പനി പേസ്റ്റിങ് അകത്ത് നിന്ന് നോക്കുക ഒറിജിനലായിട്ട് തന്നെ ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് അകത്ത് ഒറിജിനലായി ഫോം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് വേണം, ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ മാത്രം നോക്കി ഇതിനെ വിട്ടുകളയില്ല. നേരെ ഫ്രണ്ട് ടയറിൻ്റെ അവിടെ വേണം. ഫ്രണ്ട് ടയറിൻ്റെ അവിടെ വന്നിട്ട് ഈ അടി പോർഷനിൽ എന്തെങ്കിലും മെയിൻ്റനൻസോ എന്തെങ്കിലും മോഡിഫിക്കേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നോർമൽ അല്ലാത്ത എന്തെങ്കിലും ഒരു റിപ്പയർ ചെയ്തിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിലും ഈ വണ്ടിയിൽ എന്തോ ഒരു മേജർ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്നും ആ ആക്സിഡൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മേജർ റിപ്പയർ നടന്നിട്ടുണ്ടെന്നും ആണ് അർത്ഥം. അപ്പം അങ്ങനെയുള്ള വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് കെയർ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.